നമ്മളെ നാട്ടിൽ ചെല്ലുണ്ട് ഒരു പൗത്ത മാങ്ങയും ഒരു കത്തിയും കിട്ടി കഴിഞ്ഞാൽ ആരുമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് മെല്ലെ ഇങ്ങനെ ചെത്തി തിന്നു എന്നതുപോലെയാണ് പല രീതിയിൽ നമ്മൾ ചാറ്റുകളിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള കുറേ സാധനങ്ങളിലേക്ക് പോവാം. പറഞ്ഞു വരുന്നത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ കുറിച്ചാണ്. ആരും ഇക്കാലത്ത് ഏകദേശം ഒരു 80% ആളുകളും ഇത് കൊണ്ടുനടക്കുന്ന ആളുകളാണ്. ഒന്നുകിൽ പഴയ ഏതെങ്കിലും പ്രണയങ്ങൾ ലാസ്റ്റ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ ഒരു പ്രഗ്നൻസി ടൈമിൽ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് സ്റ്റേജിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓർമ്മ വരും പഴയ ആൾക്കാരെ കുറിച്ച്. ജസ്റ്റ് ഇങ്ങനെ മെസ്സേജ് അയക്കും. ആണുങ്ങളാണെങ്കിലും പിന്നെ എന്ത് ചെയ്യും, നല്ലോണം പ്രണയിച്ചിരുന്ന ആളുകളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പിന്നീട് രണ്ട് വഴിക്കാവും ഒരു കോൺടാക്ട് ഉണ്ടല്ലോ. പിന്നീട് സുപ്രഭാതത്തിൽ എവിടെയെങ്കിലും വല്ല ഹോസ്പിറ്റലിൽ നിന്നോ അങ്കണവാടിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലൈറ്റ് യാത്രൻ്റെ ഇടയിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഹോസ്പിറ്റലിൽ നിന്നോ എവിടെന്നെങ്കിലൊക്കെ ഒന്ന് കാണും. ജസ്റ്റ് പേര് തപ്പും, സെർച്ച് ചെയ്യും, കോൺടാക്റ്റ് തുടങ്ങും. പിന്നീട് പഴയ കുറേ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, നിലവിലുള്ള റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു വൈഫിനെയും കുട്ടികളെയും കുറിച്ചൊക്കെ ഉള്ള കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ചെയ്യുന്ന ആണാണെങ്കിൽ പെണ്ണിനും പെണ്ണാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ആദ്യം ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കും. ആദ്യം ഉണ്ടായിരുന്നായിരിക്കും, അത് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, അതങ്ങനെ ഉണ്ടാവും. പിന്നെ മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, 1-2 സ്ഥലങ്ങളിൽ മീറ്റപ്പ്, ട്രാവൽ, കാര്യങ്ങൾ, ഫാമിലി ഗാദറിങ് വെക്കും. ഫാമിലി ഗാദറിങ്ങിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ പോയി പിന്നെ എന്ത് ചെയ്യും, ഒറ്റക്കുള്ള പ്ലാനുകളാവും. പഴയ കുറേ പ്ലാനുകൾ എന്ത് ചെയ്യും, അതായത് ഒരു പവിത്രമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അതിലേക്ക് പല എലമെൻറ്റുകൾ വരും. പിന്നെ ഇടയ്ക്ക് വിളിയാവും, കോളാവും, അങ്ങനെ ആവും. അപ്പോൾ നിലവിൽ കെട്ടിയ പെണ്ണുങ്ങളും അല്ലെങ്കിൽ കെട്ടിയ ഹസ്ബൻഡും എന്ത് ചെയ്യും, വടിയാവും, ലാസ്റ്റ് അങ്ങനെ പോകും. അപ്പോൾ എന്താ അറിയോ, ഒന്നുകിൽ നമുക്ക് വല്ല പ്രണയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓലെ തന്നെ കെട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഈ പെണ്ണും കാര്യങ്ങളൊക്കെ കെട്ടിയാണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനൊക്കെ ഇതായിക്കാണ്ട് കുട്ടികളൊക്കെ ആയതിനു ശേഷം പിന്നെ ഈ പരിപാടിക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര ബോറ് പരിപാടി. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആരും അത്ര വലിയ നല്ല ആൾക്കാരൊന്നുമല്ല ഉള്ളത്. റിയാലിറ്റിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാറ്റ്, ഒരു ഹായ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ട് വല്ല മെസ്സേജുകളോ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ടാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതങ്ങനെ ചാറ്റ് തീണ്ടുകൊണ്ട് പോവും. പിന്നെ പല വഴിക്ക് പോവും. അതായത് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഖുറാനോ ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചു കൊടുക്കാനല്ലോ ആ സമയത്ത് ചാറ്റ് ചെയ്യണത് അല്ല. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പരിപാടികൾ കുട്ടികളെയും മക്കളൊക്കെ നോക്കണതിൻ്റെ മുന്നേ എന്ത് ചെയ്യുക, തീരുമാനമാക്കുക. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് നടപടിയാവില്ലെങ്കിൽ അത് അപ്പം തന്നെ ഡൈവേഴ്സ് ചെയ്ത് പോയി കുട്ടികളൊക്കെ ആയതിനു ശേഷം തരും ഭയങ്കര ബോറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ കുട്ടികളോട് പിന്നെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ വാപ്പാത് ഇമ്മാരാ ഇത് ആകെ ഇടങ്ങാറാണ്. കാരണം ചെറിയ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് കുട്ടികളെ കാണുന്നതിന് മുന്നേ ഇങ്ങനത്തെ വല്ല റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടു പോവുക. അതാണ് ബെറ്റർ. ഓക്കെ.